മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദം കൊഴുക്കുകയാണ്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ചില നേതാക്കളാണ് സമൂഹ മാധ്യമങ്ങളിൽ മന്ത്രിക്കെതിരെ രംഗത്തു വന്നത്. വെള്ളാപ്പള്ളിക്കെതിരെ നിലപാടെടുത്തത് തെരഞ്ഞെടുപ്പ് വിജയിച്ച മുന്നണിയുടെ ഭാഗമായ വെള്ളാപ്പള്ളിക്കെതിരെ നിലപാടെടുത്ത് തെരഞ്ഞെടുപ്പ് വിജയിച്ചു വന്ന മുന്നണിയുടെ ഭാഗമാണ് മന്ത്രി എന്നത് മറക്കരുതെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ വിമർശനം. എന്നാൽ ഇന്നലെ ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തോട് ബിന്ദു കൃഷ്ണ പ്രതികരിച്ചിട്ടുമില്ല എന്നതാണ് സാഹചര്യം. വെള്ളാപ്പള്ളിയെ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ ഒക്കെ കാലത്ത് വെള്ളാപ്പള്ളിയോടുള്ള സമീപനമൊക്കെ കോൺഗ്രസ് വലിയ തരത്തിൽ വിമർശിച്ചതാണ്. എന്നിട്ട് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ലെങ്കിൽ എല്ലാവർക്കും ലോക ക്ഷീരദിന ആശംസകൾ. മറുപടി ഇല്ലേ മിസ്റ്റർ? ഇതായിരുന്നു ഇന്നലെ മന്ത്രി ബിന്ദു കൃഷ്ണ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. അതിനപ്പുറം ഒരു പ്രതികരണത്തിനും അവർ തയ്യാറായില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ ഇവർ കണ്ടതിൽ വിയോജിപ്പുകൾ, എതിർപ്പുകളുണ്ട്. ഇരുവിഭാഗത്തും, അതായത് മുസ്ലിം ലീഗിലും ഒപ്പം തന്നെ കോൺഗ്രസിനുമുള്ള ചില യുവ നേതാക്കളാണ് പരസ്യ നീക്കം ഇതിൽ സംഭവിച്ച് എടുത്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറം കടുത്ത പ്രതിഷേധമുള്ളവരുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനടക്കം ഇക്കാര്യത്തിൽ മന്ത്രിയുടെ നിലപാടിൽ കടുത്ത വിയോജിപ്പുകളുണ്ട്. തിരുത്തണം, ഈ തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു നീക്കമുണ്ടാവുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് പലർക്കുമുള്ളത്. ആരും പരസ്യ നീക്കത്തിലേക്ക് വന്നിട്ടില്ല എന്നതുകൂടിയാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളും വെള്ളാപ്പള്ളി നടേശൻ അന്ന് ഇടതുപക്ഷത്തെയും പിണറായി വിജയനെയും ഒക്കെ അനുകൂലിച്ചതിനെതിരെ ശക്തമായ നിലപാടെടുത്താണ് തെരഞ്ഞെടുപ്പ് നയിച്ചത് UDF. ആ തെരഞ്ഞെടുപ്പിന് ലഭിച്ച വിജയം കൂടിയായിരുന്നല്ലോ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം. അപ്പോൾ എന്തിന് ഇത്തരമൊരു നീക്കമുണ്ടാകുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം വെള്ളാപ്പള്ളിയുമായി കൂടുതൽ അടുക്കുന്നു എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ബിന്ദു കൃഷ്ണയുടെ നയത്തെ, നിലപാടിനെ ഒക്കെ KPCC നേതൃത്വം എങ്ങനെ നിലപാടെടുക്കുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പോസ്റ്റാണ് നമ്മൾ കാണുന്നത്. ഇതിൽ വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നു, അത് മറക്കരുത് ബിന്ദു കൃഷ്ണ എന്നടക്കമുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാവുന്നത്. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, ബിന്ദു കൃഷ്ണയുടെ നിലപാട് കോൺഗ്രസിൽ തന്നെ പല വിയോജിപ്പുകളുണ്ട്. പരസ്യമായി തന്നെ ചിലർ അതൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ലീഗ് ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് എന്താണ്? ലീഗിൻ്റെ പല നേതാക്കളും സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റുണ്ട്. എന്തായാലും പരസ്യ നീക്കമൊന്നും ഉണ്ടാവില്ല. പക്ഷേ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന രീതിയിൽ ബിന്ദു കൃഷ്ണ നടത്തിയ വെള്ളാപ്പള്ളിയെ കാണുക, അനുഗ്രഹം തേടുക, ആ ദൃശ്യങ്ങൾ നൽകുന്നത് ഒരു മോശം സന്ദേശമാണെന്ന നിലപാട് തന്നെയാണോ ലീഗിനുള്ളത്? സജിത്ത്, നമുക്കറിയാം മുസ്ലിം ലീഗിന് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തേണ്ടി വന്നത്, അല്ലെങ്കിൽ അവർ സൈലന്റ് ആയിട്ടുള്ള ക്യാമ്പയിൻ നടത്തിയത് വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ വാക്കുകൾക്കെതിരെയാണ്. അതായത് വെള്ളാപ്പള്ളി നടേശന്റെ വെള്ളാപ്പള്ളിയുടെ വാക്കുകളോടുള്ള വിരോധമാണ് അക്ഷരാർത്ഥത്തിൽ UDFനും മുസ്ലിം ലീഗിനും ഒക്കെ ഈ ഒരു ന്യൂനപക്ഷ മേഖലകളിൽ വലിയ മേൽക്കൈ നേടിക്കൊടുത്തത്. അദ്ദേഹത്തിന്റെ ആ പരാമർശങ്ങൾക്കെതിരെ അന്ന് UDF നേതാക്കളൊക്കെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു, ബിന്ദുകൃഷ്ണ അടക്കം രംഗത്ത് വന്നിരുന്നു. പക്ഷേ മന്ത്രിയായതിനു ശേഷം അവരുടെ എല്ലാം തന്നെ നിലപാട് മാറുന്നു എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ച് വലിയ ആശങ്ക, അല്ലെങ്കിൽ അനിഷ്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി CK ഷാക്കിർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇത് തുറന്ന് പറയുകയും ചെയ്തു. UDF നേതാക്കളെ പുലഭ്യം പറഞ്ഞയാളെ അങ്ങോട്ട് ചെന്ന് കണ്ട് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം എഴുതിയത്. ഭരണം വെറുതെ കിട്ടിയതല്ലെന്നും അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നത്. അതായത് ബിന്ദു കൃഷ്ണയ്ക്കെതിരെ വലിയൊരു വിമർശനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പോസ്റ്റിലുള്ളത്. പലപ്പോഴും ലീഗിന്റെ മുതിർന്ന നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ അനിഷ്ടമുണ്ടെങ്കിലും അത് തുറന്നു പറയാതെ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും അത് പ്രകടിപ്പിക്കുന്ന ഒരു ശൈലിയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ യൂത്ത് ലീഗ് നേതാവ് CK ഷാക്കിർ അത് തുറന്നു തന്നെ പറയുന്നു. അദ്ദേഹത്തിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള കമന്റുകളും അല്ലെങ്കിൽ ഒക്കെ ആ പിന്തുണയുമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് ലീഗിന്റെ ഒരു പൊതു നിലപാട് ലീഗ് നേതാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ഷാക്കിർ പറഞ്ഞ തരത്തിൽ തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത്. സ്വാഭാവികമായിട്ടും ബിന്ദു കൃഷ്ണയുടെ ഈ ഒരു സമീപനം മാത്രമല്ല അവിടെ ചർച്ചയായിട്ടുള്ളത്. തുഷാർ വെള്ളാപ്പള്ളി VD സതീശൻ മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടതും സ്വീകരിച്ചതും ഒക്കെ ഇതേ പോലെ തന്നെ വിമർശനത്തിന് വഴിയൊരുക്കുന്ന ഒരു സാഹചര്യമാണ്. തുഷാർ വെള്ളാപ്പള്ളി NDA നേതാവാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചയാളാണ്. അങ്ങനെയുള്ള ഒരാളോട് സൗഹൃദം കാണിക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാടും ലീഗിൻ്റെ അണികളിൽ വലിയൊരു വിഭാഗം വെച്ച് തുറക്കുന്നുണ്ട്. അതായത് ലീഗിനെ സംബന്ധിച്ച് തുഷാർ വെള്ളാപ്പള്ളിയുമായിട്ടുമുള്ള സൗഹൃദം, ആ നിലപാട് കോൺഗ്രസ് മാറ്റുന്നത്
അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം അത് അടിസ്ഥാനപരമായിട്ട് വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ അവരുടെ നിലപാട് തിരുത്താതെ മുസ്ലിം ലീഗിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള മുസ്ലിം സമുദായത്തെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള അവരുടെ നിലപാട് തിരുത്താതെ ഇത്തരത്തിൽ വെള്ളാപ്പള്ളിയുമായിട്ട് കൈകോർക്കുന്നത് അല്ലെങ്കിൽ സൗഹൃദം കാണിക്കുന്നത് പോലും അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് തന്നെ ലീഗിനുള്ളത്. പക്ഷേ മുതിർന്ന നേതാക്കൾ അത് പരസ്യമായി പറയില്ല. സ്വാഭാവികമായിട്ട് അവർക്ക് അതിൻ്റെതായ പരിമിതികളുണ്ടാകും. പക്ഷേ ലീഗിനുള്ളിലെ കൃത്യമായ വികാരം ഇതാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒന്നുകൂടിയുണ്ട്. ഇന്ന് മലപ്പുറം DCC സെക്രട്ടറി ആയിട്ടുള്ള CK ഹാരിസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പങ്കുവെക്കേണ്ടതുണ്ട്. അതും കൃത്യമായിട്ട് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ ഉയർന്ന ഒരു വികാരമായിട്ടും നിലപാടായിട്ടും വേണം കാണുവാൻ. വർഗീയത പറയാൻ മാത്രം വാതുറക്കുന്ന വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയ പിണറായിയും അനുഗ്രഹം വാങ്ങാൻ പോയ ബിന്ദു കൃഷ്ണയും രണ്ടല്ല ഒന്നാണ് എന്ന് CK ഹാരിസിനെ പോലെയുള്ള ഒരു യുവനേതാവ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഈ ബിന്ദു കൃഷ്ണയുടെ പ്രവൃത്തിക്കെതിരെ വലിയ വിമർശനമുയരുന്നു, വലിയ പ്രതിഷേധമുയരുന്നു എന്നാണ് വ്യക്തമാവുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട വിമർശനമായിട്ട് കാണാൻ കഴിയുകയുമില്ല. ഒരുപക്ഷെ മുതിർന്ന നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ യുവ നേതാക്കളാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞെങ്കിൽ പോലും മുതിർന്ന നേതാക്കൾ ഒരുപക്ഷെ ഈ വിഷയത്തിൽ അവരുടെ നിലപാട്, പാർട്ടി നിലപാട്, സ്വന്തം അഭിപ്രായവും പറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം വെള്ളാപ്പള്ളിയുമായിട്ട് സഹകരിക്കുന്ന ഒന്നിനെയും ഈ അവരുടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് അത് മാറ്റാത്തിടത്തോളം കാലം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിനും പ്രത്യേകിച്ച് മലപ്പുറത്തെ UDF നേതാക്കൾക്കും ഉള്ളതെന്ന് നിസ്സംശയം പറയാം. സജിത്ത്. യെസ്, മലപ്പുറത്തെ സാഹചര്യം അതാണ്. എന്തായാലും ഈ വിഷയത്തിൽ ബിന്ദു കൃഷ്ണയുടെ നടപടിയിൽ കടുത്ത വിയോജിപ്പുള്ളവരാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമാണ് ഈ നീക്കമെന്ന പ്രത്യേകത കൂടി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് ഈ വിഷയത്തിലുണ്ടാകുന്ന വിയോജിപ്പുകൾ ചെറുതല്ല. എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇതിൽ നിലപാട് പറയുമെന്ന് കരുതാം. ബിന്ദു കൃഷ്ണ എന്തായാലും ഇന്നലെ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറല്ല എന്ന നിലപാടാണ് എടുത്തത്. പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.